പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. മേ ബി നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും, ഇല്ലെങ്കിൽ ഇല്ല. എന്തിനാണ് ഇപ്പോഴേ പറയുന്നത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല. അത് പിന്നെ പറയാം. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലോ നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു സുധി ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ പോലത്തുള്ള മീഡിയാസൊക്കെ കണ്ട സമയത്ത് അവർ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രണയത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നതാണ്. ആ സമയത്ത് അവിടെ നിന്നൊരു വ്യക്തി ചോദിക്കുന്ന ഒരു വ്യക്തിയെ സുധിച്ചേട്ടൻ അറിയാമോ എന്ന് ചോദിച്ച ഉടനെ തന്നെ രേണു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് മനസ്സിലാവുന്ന യഥാർത്ഥ ഇഷ്ടമുണ്ടോ അതോ ചുമ്മാ വേണ്ടി പറയുവാണോ എന്നുള്ള കാര്യം. കുറേയധികം പേര് ഇപ്പോഴും ഇഷ്ടത്തിലാണ്. അപ്പം നേരത്തെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണോ? കുറച്ച് സമയമല്ലേ ആയുള്ളൂ രേണു സുധി മരിച്ചിട്ട്, ഇപ്പോൾ ഉടനെ തന്നെ പ്രണയത്തിലായോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ടെങ്കിൽ ഇത് ചുമ്മാ വേണ്ടി ഉടായ്പിന് വേണ്ടി പറയുന്നതാ, ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേയധികം പേര് പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ദിവസം രേണു സുധിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് ലൈവിൽ വെച്ചൊരു വീഡിയോ വന്നിട്ടുണ്ട്. ലൈവിൽ വന്ന് കുറേയധികം പേര് തെറി വിളിക്കും, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ലൈവിൽ പറയുക, അങ്ങനത്തെ ഉള്ള കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം രേണു സുധിയെ പറ്റി എല്ലാ മാസം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഓരോ ദിവസം രേണു സുധി അങ്ങനെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഒന്നെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഭയങ്കരമായിട്ട് ആൾക്കാർ അറിയുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, അതായത് ഒരു കാമുകൻ അല്ലെങ്കിൽ പ്രണയത്തിലാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നതാണ് സസ്പെൻസ് ആണ്. എന്താണ് സസ്പെൻസ് എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഉണ്ടോ, കല്യാണം ഉണ്ടോ, അത് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇനി ചില തമാശയ്ക്ക് പറഞ്ഞതാണോ എന്നൊക്കെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും രേണു സുധിയെ പറ്റി ഓരോ ദിവസം ഇങ്ങനെ ന്യൂസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാവർക്കും ഒരു വിധത്തിൽ ഇപ്പോൾ രേണു സുധിയുടെ ന്യൂസ് അറിയുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും രേണു സുധി വരുന്നത്. അതിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുവേണ്ടി എല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്, രേണു സുധിയുടെ ന്യൂസാണോ അതിലെന്തെങ്കിലും നെഗറ്റീവ് കാണും, അവരെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ കാണും, പോസിറ്റീവ് പറയാനേ കാണത്തില്ല. അങ്ങനെ ആക്കി വെച്ചേക്കുവാണ് ഇപ്പോൾ രേണു സുധി തൻ്റെ ഇമേജ്. ഇപ്പം സുധിക്ക് ഉണ്ടായിരുന്ന ഇമേജ് അല്ല രേണു സുധിക്ക് ഉള്ളത്, ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ്. അതിനെക്കുറിച്ച് കുറേയധികം പേര് കമൻസിലെല്ലാം പറയാറുണ്ട്. എന്താ പറയുക, സുധിയുടെ വില കളയുന്നു, എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും രേണു സുധി വലിയതായിട്ട് കാര്യങ്ങളായിട്ട് എടുക്കുന്നില്ല, മുമ്പോട്ട് തന്നെ പോവാണ്. പാഷനാണ്, ഈ ഒരു ആക്ടിങ് പാഷനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ താഴെയും കമൻസിലൊക്കെ ഭയങ്കരമായിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയും ചോദിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു വ്യക്തിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുമ്പോഴത്തേനും അത് നിർത്തുന്നതാണ്. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ രേണു സുധി അതിലൊന്നും ശ്രമിക്കുന്നില്ല. ഓരോ ദിവസം ഓരോ ഇഷ്യൂസായിട്ട് വരുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങളായിട്ട് ഡെയിലി എന്തെങ്കിലും കണ്ടൻറ്റ് യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് രേണു സുധി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, ചിലപ്പം എൻ്റെ തന്നെ കുറേയധികം വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. ദിവസവും എന്തെങ്കിലും രേണു സുധിയെ പറ്റി ഞാൻ വീഡിയോ ഇടുന്നത്, കാരണം അതിന് മാത്രം കണ്ടൻറ്റ് അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ബൈ.